ഹായ്. എനിക്ക് സത്യം പറഞ്ഞാ ഞാൻ എങ്ങനെയാ വീഡിയോസിൽ എന്താ കാര്യം പറയണ്ടേ എന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങളും ഒരുപാട് അനുഭവങ്ങളും നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ പറയണം, എങ്ങനെ സംസാരിക്കണം എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അനുഭവം, ഞാൻ ഈ ഒരു 7-8 കൊല്ലമായിട്ട് എൻ്റെ ഒരു ഫിറ്റ്നസ്സിൽ നിന്നിട്ട് അതിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓരോ അനുഭവങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ കുറെ വർക്കൗട്ട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കണം, കാരണം നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് ഉണ്ട്. ഞാൻ ഇട്ടിട്ട് മാത്രം നിങ്ങൾക്ക് വർക്കൗട്ട് അല്ലെങ്കിൽ ഡയറ്റ് വീഡിയോസ് കിട്ടണം എന്നില്ല. അപ്പൊ എന്റെ അനുഭവങ്ങൾ നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഉണ്ടായ ഒരു അനുഭവങ്ങളിൽ ഒന്നാണ്, എന്റെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നവരായാലും ക്ലയൻസ് ആയാലും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ്, എന്റെ കൈ ഓൾറെഡി മെലിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എന്റെ കാൽ ഓൾറെഡി മെലിഞ്ഞിട്ടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വർക്കൗട്ട് ചെയ്യാറില്ല, എനിക്ക് അതിനെ വർക്കൗട്ട് ചെയ്യണം തോന്നിയിട്ടില്ല. ഓൾറെഡി മെലിഞ്ഞ സാധനം ആയതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു തോട്ട് ഞാൻ ഒരുപാട് പേരിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെയാണോ തടിച്ചിട്ടുള്ളത് അവിടെ മാത്രം വർക്കൗട്ട് ചെയ്ത് മെലിയിപ്പിക്കുക, അല്ലെങ്കിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി സ്പോട്ട് റിഡക്ഷൻ പോസിബിൾ അല്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് മെലിഞ്ഞിട്ടാണെന്ന് കരുതി അവിടെ വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. നമ്മളെ ബോഡിയിലുള്ള എല്ലാ മസിൽസും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ മസിൽ ഗ്രൂപ്പിനെയും നമ്മൾ ഒരേപോലെ കാണണം, ഒരേപോലെ വർക്കൗട്ട് ചെയ്യണം. ഇപ്പൊ സപ്പോസ് വയറാണ് കുറയ്ക്കേണ്ടതെങ്കിൽ എല്ലാവരും പറയുന്നില്ല, സോറി, പലരും ഡെയിലി ഈ വയറിന് വേണ്ടി വർക്കൗട്ട് ചെയ്യുന്നത് കാണാം. അങ്ങനെ നമ്മളൊരു മസിൽ ഗ്രൂപ്പിനെ വർക്കൗട്ട് ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ മസിലിന് റിക്കവറിക്കുള്ള ടൈം കൊടുക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും നമ്മൾ വർക്കൗട്ട് ചെയ്യരുത്. നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അതിനുള്ള റിക്കവറിക്കുള്ള, എന്നാൽ മസിലിന് റിക്കവറിക്കുള്ള ടൈം നിങ്ങൾ കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു വീക്കിലി ട്വൈസ് ഓർ ത്രൈസ് ആണ് ഒരു മസിൽ ഗ്രൂപ്പിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാ മസിലിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം വർക്കൗട്ട് തുടങ്ങാൻ. അപ്പൊ ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിച്ചിരുന്നത് നമ്മളുടെ ഷോൾഡർ ആണ്, ഷോൾഡർ വർക്കൗട്ട്സ് ആണ്. പലരും സ്കിപ്പ് ചെയ്യുന്ന ഒരു വർക്കൗട്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഷോൾഡർ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മസിൽ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ എല്ലാം ശ്രദ്ധിക്കാം. ഓക്കെ, ബൈ.